മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ വരെ അനിശ്ചിതത്വവും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് അതിനൊക്കെ മുൻപ് ഉറപ്പുണ്ടായിരുന്ന ഒരാൾ അത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ്. മലപ്പുറത്തിന്റെ സ്വന്തം കുഞ്ഞാപ്പ ഇക്കുറി ചരിത്ര ഭൂരിപക്ഷം നേടിയാണ് നിയമസഭയിലെത്തിയത്. സ്ഥിരമായി വഹിച്ചിരുന്ന IT വ്യവസായ വകുപ്പുകളായിരിക്കും കുഞ്ഞാലിക്കുട്ടി വഹിക്കുക. മുന്നണിയിലെ രണ്ടാമന്റെ മന്ത്രിപദവിയിൽ അത്ഭുതമോ ആകാംക്ഷയോ ഇല്ല. MSFൽ കൂടിയായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ തുടക്കം. 1980-ൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ചെയർമാനായി മലപ്പുറത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രായം 29. പിന്നീട് 9 തവണ നിയമസഭയിലേക്ക് ജയിച്ചു കയറി. 1991-ൽ കെ. കരുണാകരൻ മന്ത്രിസഭയിൽ വ്യവസായ സാമൂഹിക ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്ത് ആദ്യമായി മന്ത്രിയായി. പിന്നീട് AK ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും കരുത്തനായി കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. വിവിധ കാലഘട്ടങ്ങളിലായി വ്യവസായം, IT, സാമൂഹ്യക്ഷേമം, ഹജ്ജ്, വഖഫ്, മൈനിങ് ആൻഡ് ജിയോളജി, ന്യൂനപക്ഷക്ഷേമം, നഗരവികസനം തുടങ്ങിയ വകുപ്പുകളിൽ മന്ത്രിയായി. ഇത്തവണത്തെ വരവ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമായ 85,237 വോട്ടുമായി. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ലീഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. യാതൊരു സംശയം. ഹിസ്റ്ററി ലീഗ് എപ്പോഴും ഹിസ്റ്ററി ഉണ്ടാക്കി മുന്നോട്ട് പോയ പാർട്ടിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ, ജനറൽ സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിച്ച കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് അടിപതറിയത് ഒറ്റത്തവണ മാത്രം. 2006-ൽ ഇടതു സ്വതന്ത്രനായ KT ജലീലിനോട് തോറ്റു. മുൻപ് ഏറെ വേട്ടയാടിയ ഐസ്ക്രീം പാർലർ വിവാദത്തെ തുടർന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിയും വന്നിട്ടുണ്ട്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.